നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് എപ്പോഴും നമുക്ക് ഉണ്ടാവണമെന്നില്ല. നമുക്ക് ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് വളരെയധികം വീക്കായി മാറിയേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതുവരെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളും അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അതേ താളത്തിലും അതേ വേഗതയിലും നമുക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ തലം ചിലപ്പോഴൊക്കെ വീക്കായി മാറാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വീക്ക് മൈൻഡ് സെറ്റിന്റെ 5 ലക്ഷണങ്ങളാണ്. ഇത് എന്തിനാ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ചില ആളുകളെ സംബന്ധിച്ച് വളരെ ശക്തമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോയിട്ട് ഇപ്പോഴെനിക്ക് എന്താ പറ്റിയത്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയണില്ലല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ച് ഈ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മൈൻഡ് സെറ്റ് വീക്കായി മാറിയോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യാനും എവിടെയൊക്കെയാണ് ഞാൻ കറക്ഷൻ അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടതെന്ന് റിയലൈസ് അല്ലെങ്കിൽ തിരിച്ചറിയാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വീക്ക് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളെന്ന്. നമ്പർ 1, അപ്പോളജൈസിങ് ഫോർ എവറിഥിങ്. എല്ലാ കാര്യങ്ങൾക്കും ഇദ്ദേഹം അപ്പോളജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി കോൺഫിഡന്റ് ആണ്, അല്ലെ, അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി തന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല എന്ന് കാണുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും? എന്റെ ഭാഗത്ത് തെറ്റില്ല കേട്ടാ, ഞാനല്ല അവിടെ കുഴപ്പം ഉണ്ടാക്കിയത് എന്ന് കൃത്യമായി ഒരു സ്റ്റാൻഡ് എടുത്ത് പറയാൻ കഴിയും. തൻ്റേതല്ലാത്ത പ്രശ്നം കൊണ്ടാണ് ഒരു പ്രോബ്ലം ഉണ്ടായതെങ്കിൽ അവിടെ നിലപാട് വ്യക്തമാക്കാനുള്ള കഴിവ് ആർക്കുണ്ടാവും? ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിക്കാണ്. പക്ഷേ വീക്ക് മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എൻ്റെ തെറ്റുകൊണ്ടാണ് എന്നുള്ള ഒരു ധാരണയിലേക്കായിരിക്കും കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ കണ്ടതിനും കാണാത്തതിനും ഒക്കെ തന്നെ താനാണ് ഉത്തരവാദി എന്ന് സ്വയം ചിന്തിച്ച് അവിടെ എല്ലാം കീഴടങ്ങുകയാണ്. എല്ലായിടത്തും അപ്പോളജി പറയുന്ന, മാപ്പ് പറയുന്ന, ക്ഷമ പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറും. അവിടെ തൻ്റെ ഐഡന്റിറ്റി തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിയായി മാറുന്ന അവസ്ഥയാണ് ഒന്നാമത്തെ അവസ്ഥ. അപ്പൊ ഇവിടെ വീക്ക് മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതല്ലാത്ത തെറ്റുകൾക്കും ഇപ്പോൾ നിങ്ങൾ ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ സ്വയം പരിശോധിക്കുക. യഥാർത്ഥത്തിൽ ഒരു പേപ്പറും പെന്നും എടുത്ത് തന്നെ പരിശോധിക്കുക. യഥാർത്ഥത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഭാഗത്തുനിന്നാണോ ശരിക്കും മിസ്റ്റേക്ക് ഉണ്ടായത്? ഞാനവിടെ അപ്പോളജി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇത് പരിശോധിച്ച് നമ്മളെ തന്നെ ബോധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് വീക്ക് മൈൻഡ് സെറ്റിൽ നിന്നും സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് തിരികെ പോകാനായിട്ട്. 2, യു ആർ കോൺസ്റ്റന്റ്ലി ഡിഫെൻസീവ്. നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു രീതിയായിരിക്കും ഇത്തരക്കാർക്കുള്ളത്. ഇപ്പൊ വീക്ക് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി എല്ലാ കാര്യങ്ങൾക്കും ക്ഷമ പറയുന്നതാണ് ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തിയെങ്കിൽ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള റെസ്പോൺസ് എങ്കിൽ, ഇത് മറ്റൊരു ഡയമെൻഷനാണ്. ഇവരെ സംബന്ധിച്ച് ഇവരെല്ലാത്തിനും ഡിഫെൻസീവായി മാറും. ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് ഒരാൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും അവിടെ വഴക്കുണ്ടാക്കും. അതല്ല, എന്തെങ്കിലും ഒരു കാര്യം തെറ്റായ രീതിയിൽ ഒരു വ്യക്തി നിങ്ങൾ ചെയ്ത മോശമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. എല്ലാത്തിനും ഡിഫെൻസീവായി മാറുന്നതും വീക്ക് മൈൻഡ് സെറ്റിന്റെ ലക്ഷണമാണ്. അപ്പോൾ രസകരമായ കാര്യം എന്താണ്? എല്ലാ തെറ്റും ഏറ്റുപറയുന്നതും അല്ലെങ്കിൽ എല്ലാ തെറ്റും ഏറ്റെടുക്കുന്നതും അതുപോലെ ചെയ്ത തെറ്റുകളെ മറയ്ക്കുന്ന രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നതും, ഇത് രണ്ടും വീക്ക് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ ലക്ഷണമാണ്. അപ്പൊ ഇതില് രണ്ടില് ഏതാണെങ്കിലും നമ്മൾ തന്നെ നമ്മളെ കറക്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അതായത് ഡിഫെൻസീവായി നിൽക്കേണ്ട സമയത്ത് ഡിഫെൻസീവായി നിൽക്കുകയും ക്ഷമ പറയേണ്ടടുത്ത് ക്ഷമ പറയുകയും ചെയ്താൽ അത് സ്ട്രോങ് മൈൻഡ് സെറ്റ് ആണ്. അതേ സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും ക്ഷമ പറഞ്ഞാലും എല്ലാ കാര്യത്തിനെയും ഡിഫെൻഡ് ചെയ്താലും ഈ 2 ഘട്ടത്തിലുള്ളത് വീക്ക് മൈൻഡ് സെറ്റ് ആണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് വീക്ക് ആകുമ്പോൾ നിങ്ങൾ എന്താ സാധാരണ ചെയ്യാറ്? അതിനെ കണ്ടമാനം കൊണ്ട് റെസിസ്റ്റ് ചെയ്യലാണോ ചെയ്യാറ്? അതോ നിങ്ങൾ എല്ലാ തെറ്റുകളും ഏറ്റെടുക്കുന്ന രീതിയാണോ ചെയ്യാറ്? ഇതിൽ ആദ്യത്തെ രീതിയാണെങ്കിൽ 1 എന്നും രണ്ടാമത്തെ രീതിയാണെങ്കിൽ 2 എന്നും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ എത്തിപ്പെടേണ്ട ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ശരിയായ കാര്യങ്ങൾക്ക് നിലപാടെടുക്കുകയും തെറ്റായ കാര്യങ്ങൾക്ക് ക്ഷമ പറയുകയും ചെയ്യുന്ന നിലപാടാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിൽ വേണം നമ്മളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റിനെ ബിൽഡ് ചെയ്തെടുക്കാൻ. 3, അവോയ്ഡൻസ് ഓഫ് സോഷ്യൽ സിറ്റുവേഷൻസ്. അതായത് സമൂഹം ഇടപെടുന്ന സ്ഥലങ്ങളിൽ, ഒരു കല്യാണം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ആയിക്കൊള്ളട്ടെ, അതിൽ ആളുകൾ കൂടുന്ന ഒരു സ്ഥലം, ഈ സ്ഥലത്ത് നിന്നും മാറി നിന്ന് കളയും. ഇതും വീക്ക് മൈൻഡ് സെറ്റിന്റെ മറ്റൊരു ലക്ഷണമാണ്. കാരണം വളരെ അഗ്രസീവായും ആക്റ്റീവായും കാര്യങ്ങളൊക്കെ ചെയ്തു പോയ വ്യക്തിയാണെങ്കിൽ പോലും ഒരു ഡിപ്രസീവ് മോഡ് കഴിഞ്ഞാൽ, വളരെയധികം സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന, ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു അവസ്ഥ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ട്രോങ് മൈൻഡ് സെറ്റ് നഷ്ടപ്പെട്ടെന്ന് വരാം. അവിടെ വീക്ക് മൈൻഡ് സെറ്റ് ക്രിയേറ്റഡ് ആയി എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് പഴയ പോലെ ആ നെറ്റ്വർക്കിംഗ് സ്പേസിലാണെങ്കിലും ആ ഫാമിലി ആംബിയൻസിലാണെങ്കിലും ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലാണെങ്കിലും അവിടെ ഒന്നും പോകാനായിട്ട് മനസ്സ് അനുവദിക്കില്ല. ചിലർക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക്. പക്ഷെ ഇവിടെ ഇത്തരത്തിലൊരു വീക്ക് മൈൻഡ് സെറ്റിലേക്ക് മാറിയ വ്യക്തിയാണെങ്കിൽ
അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡിൽ നിന്നും ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ്. അവിടെ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സർക്കിൾ നമുക്ക് കാണുമല്ലോ, ആ സർക്കിളിലേക്ക് മനസ്സില്ലെങ്കിലും പോയി അവരുമായി ഇടപെട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് ചെയ്യേണ്ടത്. കാരണം ഇതേ വീക്ക് മൈൻഡ് സെറ്റ് കൊണ്ട് മുന്നോട്ട് പോയാൽ ധാരാളം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും, നമ്മുടെ പോസിറ്റിവിറ്റി നഷ്ടപ്പെടും, പതിയെ പതിയെ നമ്മൾ ഉൾവലിഞ്ഞ് മാറുന്ന ഒരു വ്യക്തിത്വമായി മാറും. തീർച്ചയായിട്ടും അവോയ്ഡൻസ് ഓഫ് ദി സോഷ്യൽ സിറ്റുവേഷൻസ് ഉള്ളത് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ സമൂഹവുമായി ഇടപെട്ട് തന്നെ മുൻപോട്ട് പോകാൻ വീണ്ടും മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം. താങ്കൾക്ക് ഒരു വീക്ക് മൈൻഡ് സെറ്റ് ആണ് ഉള്ളത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിസിഷൻ എടുക്കണം. യെസ്, ഐ ഡിസൈഡ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ ID എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. 4, യു ഒബ്സസ് അബൌട്ട് യുവർ പ്രോബ്ലംസ്. അതായത് നിങ്ങൾ ആ പ്രശ്നത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പെർട്ടിക്കുലർ ഒരു ഷോക്കിൽ, ആ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിനെക്കുറിച്ച് തിങ്ക് ചെയ്തും അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്തും അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്തും ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം കഴിഞ്ഞു പോയി എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാതെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു പാനിക് സ്റ്റേജിനെ വീണ്ടും താലോലിച്ച് നിങ്ങൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് വീക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും വേഗം ആ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു, അതിലിനി ഒരു പ്രതിവിധിയില്ല. അതേ പ്രശ്നം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ വ്യക്തികളെ തന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് മുൻപോട്ട് പോയേ പറ്റൂ. അത് ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ പ്രൊഫഷൻ തന്നെ വേണ്ട എന്ന് വെച്ച് മുൻപോട്ട് പോകണം. കാരണം എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് പോകുന്ന വ്യക്തികളാണ്. നിങ്ങൾ മുൻപോട്ട് സർവൈവ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ വീക്ക് മൈൻഡ് സെറ്റിൽ നിന്നും ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ഭംഗിയായി ജീവിക്കാൻ കഴിയില്ല. സോ ടേക്ക് ഇറ്റ് വെരി സീരിയസ്. അത്തരത്തിൽ നിങ്ങളുടെ പ്രശ്നത്തിൽ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുക. ആ പ്രശ്നത്തിന്റെ പുറത്ത് ഞാൻ കടന്നേ പറ്റൂ എന്ന തീരുമാനം എടുക്കുക. ആ തീരുമാനമായിരിക്കും സ്റ്റെപ്പ് നമ്പർ 1. ഇത് പറയാൻ എളുപ്പവും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. പക്ഷേ ചെയ്യാൻ തീരുമാനം എടുത്ത വ്യക്തി തീരുമാനം എടുക്കാത്ത വ്യക്തിയെക്കാളും ഒരുപടി മുൻപിലായിരിക്കും. അതുകൊണ്ട് തന്നെ മുൻപോട്ടുള്ള യാത്ര അനായാസകരമാവും. ആ മുൻപോട്ട് യാത്ര ചെയ്യാനായിട്ട് ആ ഡിസിഷൻ എടുക്കുക. ഞാൻ ഈ പ്രശ്നത്തിന്റെ പുറത്ത് കടക്കും, ഞാൻ ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് എൻ്റെ സമയം വേസ്റ്റ് ചെയ്യില്ല. അതിന് പകരം ആ പ്രശ്നത്തെ മാറ്റി പകരം പോസിറ്റീവായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു പാറ്റേൺ ആണ് അവലംബിക്കേണ്ടത്. പലപ്പോഴും പ്രശ്നങ്ങളെ മാറ്റണമെന്ന് പറയുമ്പോൾ പിന്നെയും പ്രശ്നം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിന് പകരം മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെ മനഃപൂർവ്വമായി ഇന്റൻഷനലി എൻഗേജ് ചെയ്യാൻ തയ്യാറാവുന്നത് ഒരു പരിഹാരമാണ്. സോ ഡിസൈഡ് ദാറ്റ് ഈ പ്രശ്നത്തിന്റെ പുറത്ത് ഞാൻ കടക്കുമെന്ന്. 5, അതേഴ്സ് കൺട്രോൾ യു. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന പലപ്പോഴും നിങ്ങളായിരിക്കില്ല. നിങ്ങളുടെ ഇമോഷൻ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ എനർജി ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മറ്റേതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ മാനിപ്പുലേഷനിലൂടെ ആവാം, ഒരുപക്ഷെ ഒരു ട്രോമ ബോണ്ട് ക്രിയേറ്റ് ചെയ്താവാം, അതല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് വഴിയായിരിക്കും. പല രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് വീക്ക് ആണെന്ന് തിരിച്ചറിയണം. ഇതൊരു യാഥാർത്ഥ്യമാണ്, തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇപ്പോൾ എന്നെ കൺട്രോൾ ചെയ്യുന്നത് താങ്കളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മൈൻഡ് സെറ്റ് വീക്കാണെന്ന് ഞാൻ അംഗീകരിച്ചേ പറ്റൂ. ഇത് അംഗീകരിക്കുന്നിടത്താണ് ഒരു സ്റ്റെപ്പ് എനിക്ക് മുൻപോട്ട് വയ്ക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയോ മറ്റൊരു സിറ്റുവേഷനോ മറ്റോ ആണെങ്കിൽ തിരിച്ചറിയുക, നിങ്ങൾക്കുള്ളത് ഒരു വീക്ക് മൈൻഡ് സെറ്റ് ആണ്. അതിനെ കവർ ചെയ്തേ പറ്റൂ. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെയായി മാറണം. ഇതിനും പരിഹാരം ഇത് തന്നെയാണ്. ഒരു പേപ്പറും പെന്നും എടുത്തുകൊണ്ട് കൃത്യമായി എഴുതി തയ്യാറാക്കുക. ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എൻ്റെ വാല്യൂസ് എന്താണ്, എൻ്റെ ഐഡിയൽസ് എന്താണ്, എൻ്റെ ഡ്രീംസ് അല്ലെങ്കിൽ ഗോൾസ് അല്ലെങ്കിൽ ആസ്പിറേഷൻ എന്താണ്, ഇത് കൃത്യമായി എഴുതി തയ്യാറാക്കി അത് വീണ്ടും വായിച്ച് അതിനെ കെട്ടിക്കൊണ്ട് വേണം നമുക്ക് മുൻപോട്ട് പോകാൻ. മറ്റൊരു വ്യക്തിയെ കെട്ടി ആയിരിക്കരുത് നമ്മൾ മുൻപോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ 5 ലക്ഷണങ്ങൾ വീക്ക് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ ലക്ഷണങ്ങളാണ്. ഇതൊരു തെറ്റൊന്നുമല്ല. മനുഷ്യന് വീക്കായ മൈൻഡ് സെറ്റ് ഉണ്ടാവും, സ്ട്രോങ് ആയ മൈൻഡ് സെറ്റ് ഉണ്ടാവും. വീക്ക് മൈൻഡ് സെറ്റിൽ നിന്നും ഏതൊരു വ്യക്തിക്കും പൂർണ്ണമായി തീരുമാനമെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് എത്തിപ്പെടാൻ കഴിയും. അതും പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയാത്ത അത്ര ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ അവസരം കിട്ടിയ ആളുകളാണ് വീക്ക് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ശക്തമായി ഡിസൈഡ് ചെയ്യുക. മുൻപോട്ടുള്ള സ്റ്റെപ്പ് 1, 2, 3 എത്രയും വേഗം എടുക്കുക. നിങ്ങൾ എന്താണ് എടുക്കാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ആയി കൂടി രേഖപ്പെടുത്തുക. ജീവിതത്തിൽ കൃത്യമായ ഒരു ഗോൾ ഇല്ലാത്തതാണ് താങ്കളുടെ പ്രശ്നമെങ്കിൽ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന 5 ദിവസത്തെ ഒരു ഓഡിയോ വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നവീൻ ഇൻസ്പയർസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിലെ സ്റ്റോർ ഓപ്ഷനിൽ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് എന്ന വർക്ക്ഷോപ്പ് ഉണ്ട്. 999 രൂപയാണ് അതിന്റെ പ്രൈസ്. 5 ദിവസം ഡെയിലി
ഒരു 20 മിനിറ്റ് വീതമുള്ള ഓഡിയോസ് ആണ്. അത് കേൾക്കുക, കൃത്യമായി മനസ്സിലാക്കുക, എന്താണ് ലക്ഷ്യം, എന്തിനാണ് ലക്ഷ്യം, എങ്ങനെയാണ് ലക്ഷ്യം നിർണ്ണയിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട അഫർമേഷൻ എങ്ങനെ ഉണ്ടാക്കണം, വിഷൻ ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ഹാബിറ്റ്സ് എന്തൊക്കെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പ്രതിരോധിക്കണം, ഇതൊക്കെ കൃത്യമായി ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഭാഷയിൽ സിമ്പിളായ രീതിയിൽ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ വർക്ക്ഷോപ്പ് ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസ്ഫോർമേഷന് സഹായിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ആയിരിക്കും. നിങ്ങൾ വീക്ക് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയാണെങ്കിലും, എന്തെങ്കിലും വിഷമമായിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, മുൻപോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, അതല്ല ജീവിതത്തിൽ ശക്തമായ ഒരു ലക്ഷ്യം നിർണ്ണയിച്ച് മുൻപോട്ട് സക്സസ്ഫുൾ ആവണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ട് ഒന്നും നേടാതെ കൃത്യമായ ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട്, ഒരു റോഡ് മാപ്പ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പ് 1, 2, 3 അറിയാത്തതുകൊണ്ട് നിന്നുപോയ ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വർക്ക്ഷോപ്പാണ്. തീർച്ചയായിട്ടും നവീൻ ഇൻസ്പയർസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ വർക്ക്ഷോപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കട്ടെ. ഇതേപോലുള്ള വീഡിയോസ് കാണുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.